മിത്സ് അബൌട്ട് മെൻ അല്ലെ? മിത്സ് അബൌട്ട് മെൻ എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് തോന്നുന്ന ഒരു 2 പോയിന്റ്സ് ഞാൻ പറയാം. ഒന്ന്, മെയിൽ ബ്രെഡ് വിന്നർ മോഡൽ. നമുക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് നാട്ടിൽ ഇങ്ങനെ ഒരു കീഴ്വഴക്കം നിലനിൽപ്പുണ്ട്. അതായത് ഒരു കുടുംബത്തിലെ ആൺകുട്ടി അല്ലെങ്കിൽ മെയിൽ വേണം അവിടുത്തെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ എന്ന് ഉള്ള ഒരു എക്സ്പെക്ടേഷൻ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒരുപാട് ചേഞ്ചസ് ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ മിലേനിയൽ ജനറേഷൻ ഓൺവേർഡ്സ് ഇതിന് ഒരുപാട് മാറ്റങ്ങളും ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിബേറ്റ്സുകളും എല്ലാം നടക്കുന്നുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് തിങ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വി ഓൾ നോ ദർ ഇസ് എ സേയിങ്, മെൻ ഡോണ്ട് ക്രൈ. മെൻ ആർ ഇമോഷണലി സ്ട്രോങ് അല്ലെ, ഫിസിക്കലി സ്ട്രോങ്, വിച്ച് ഈസ് ഓൾസോ ഡിബേറ്റബിൾ അല്ലെ. ലൈക്ക് യു കനോട്ട് അസോസിയേറ്റ് എ പെർട്ടിക്കുലർ സെക്സ് വിത്ത് ദാറ്റ്. അതായത് ഇമോഷൻസ് എല്ലാവർക്കുമുള്ള ഒരു കാര്യമാണ്. You cannot correlate that to any particular gender. അപ്പോൾ you can be brave, അതിന് ഒരിക്കലും ആണായിരിക്കണം പെണ്ണായിരിക്കണം എന്നുള്ള ഒരു വ്യത്യാസം അവിടെ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 2 പോയിന്റുകളാണ് പെട്ടെന്ന് ഈ മിത്സ് അബൌട്ട് മെൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു.